നിന്റെ വഴി ശരിയാണെന്ന് നിനക്ക് ബോധ്യമുള്ള സ്ഥിതിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്ത് സഹായത്തിനും അച്ഛൻ കൂടെ ഉണ്ടാവും. എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞാൽ മാത്രം മതി. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അച്ഛൻ ചെയ്തു തീർക്കേണ്ട ചില ജോലികളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് സൂചനകൾ തന്നിരുന്നു അച്ഛന്. ഉവ്വ്. എങ്കിൽ നാളെ മുതൽ അച്ഛൻ ആ ജോലികൾ തുടങ്ങണം. അല്ല, ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കുമോ മോളെ? രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പ്. ഇപ്പോ അവർക്ക് അതാ അച്ഛൻ ആവശ്യം. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് എന്തോ അവര് വിശ്വസിച്ചോളും. ധൈര്യമായിട്ട് അച്ഛൻ അച്ഛന്റെ ജോലി തുടങ്ങിക്കോളൂ. ഉണ്ണിയാമ്മ എന്തൊക്കെയായി പറയുന്നേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അത് മാത്രമല്ല, എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോഴേ കലിയേറും. എടാ, ഒരിക്കൽ അവളുടെ മുമ്പിൽ അങ്ങനെ കലിതുള്ളി എന്റെ ഫലമാ അവളെ ആ വഷളനെയും ഈ അഴകത്തെത്തിച്ചത്. ഇനിയെങ്കിലും അവളോടുള്ള സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നീ നോക്ക്. എന്നാലും ആ പെണ്ണിനെ സ്വന്തം അനിയത്തെ പോലെ കണ്ട് സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞ അതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഉണ്ണിയാമേ. പറ്റണം. നീ അവളെ സ്നേഹിക്കണമെന്നോ അംഗീകരിക്കണമെന്നോ ഒന്നും ഞാൻ പറയണില്ല. സ്നേഹിക്കുന്നതായിട്ട് നിനക്കൊന്ന് അഭിനയിച്ചൂടെ? അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അവളുടെ തെറ്റിദ്ധാരണയ്ക്ക് ഒരല്പം മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ? അതിന് ആ പെണ്ണ് ഞങ്ങളെ വിശ്വസിക്കൂ? വിശ്വസിക്കും. എടാ, ആളും പേരും ഇല്ലാതെ ഒറ്റാം തടിയായിട്ട് വളർന്ന ഒരു പെൺകുട്ടി അവള്. ഒരല്പം സ്നേഹം അവളോട് കാണിച്ചാൽ അതിന് അഭിനയായാൽ കൂടിയും അവളുടെ മനസ്സലിയും. അതുകൊണ്ട് ഞങ്ങൾക്കെന്താ ഗുണം? അഴകത്തുകാർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് ദേവു പിൻവലിച്ചാലോ? അത് നിങ്ങൾക്ക് ഗുണല്ലേ? ഇല്ല ഉണ്ണിയാമേ, അവൾ അത്ര വലിയ മണ്ടത്തിലൊന്നും കാണിക്കില്ല. ഇനി അഥവാ അവൾ അതിന് തയ്യാറായാൽ അവളുടെ അമ്മാവനെന്ന് പറയുന്ന ആ പാഷാണത്തി കൃമിയുണ്ടല്ലോ, അവൻ ഒരു കാരണവശാലും അവളെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സമ്മതിക്കത്തൂല്ല. എടാ, നീ അയാളുടെ കാര്യം വിടുക. ദേവു നിങ്ങളോടൊപ്പം ചേർന്നാൽ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാനൊക്കും? ദേവു പരാതി പിൻവലിച്ചു കഴിഞ്ഞാൽ പ്രഭാകരന് പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇല്ല, അയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഈ ഊരാ കുടുക്കിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരിക. താല്പര്യം ഉണ്ടെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് നിനക്ക് ഇഷ്ടമുള്ള വഴി കൂടി പോവാം. രണ്ടായാലും അതുകൊണ്ട് നിനക്കൊരു ഗുണം ഉണ്ടാവണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. നീ ഏതായാലും മൈഥിലിയോട് കൂടി ഒന്ന് ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനം എടുക്കുക. ഇതിപ്പോ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. കുഞ്ഞുണ്ണി മാമ പറഞ്ഞത് തന്നെയാ ഏറ്റവും നല്ല വഴി. എന്നാലും അത് വേണോ? വേണം. ആ നശിച്ച പെണ്ണിനെ അനിയത്തിയുടെ സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണ്ട. അരവിന്ദേട്ടൻ അവളെ അനിയത്തിയുടെ സ്ഥാനത്തൊന്നും കാണണ്ട, സ്നേഹിക്കുകയും വേണ്ട. പറ്റുമെങ്കിൽ അന്ന് ചെയ്തതുപോലെ അവളെ കുറെ ചീത്ത അങ്ങ് വിളിക്ക്. എന്തേ, അത് ചെയ്യാൻ മടിയൊന്നുമില്ലല്ലോ അല്ലേ? എടീ, നമുക്ക് ഒരാളോട് ചുമ്മാതങ്ങ് സ്നേഹം തോന്നൂ. ഉണ്ണിയാമ്മ ഒരു വഴി പറഞ്ഞപ്പോ ഞാനത് നിന്നോട് ഡിസ്കസ് ചെയ്തു, അത്രേ ഉള്ളൂ. അരവിന്ദേട്ടാ, ദേവു എന്ന നാശം പിടിച്ച ആ പെണ്ണ് അഴകത്ത് വന്ന് സ്ഥിരതാമസാക്കാൻ കാരണക്കാരൻ അരവിന്ദേട്ടനാണേ. എടി, അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. അവളെ ഒന്ന് വിരട്ടി നോക്കിയാൽ ചിലപ്പോൾ ശരിയാവുമെന്ന് എനിക്ക് തോന്നി. അത് ഇത്രയും വലിയ അബദ്ധമാവുമെന്ന് ഞാൻ അറിയുന്നുണ്ടോ? കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പെരുമാറാൻ അരവിന്ദേട്ടൻ അറിയില്ലെന്ന് ആ ഒരു ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് മനസ്സിലായേ. ഞാനിപ്പോ എന്ത് വേണോന്നാ നീ പറയുന്നേ? ഉണ്ണിയാമ്മ പറഞ്ഞതുപോലെ അവളെ സ്നേഹിക്കണോ? വേണം. അത് മാത്രം പോരാ, സ്വന്തം അനിയത്തിയുടെ സ്ഥാനത്ത് തന്നെ കാണുകയും വേണം. അരവിന്ദേട്ടാ, ഇവരൊക്കെ പാവങ്ങളാ. ഒരുപാടൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നും ഇവർക്കില്ല. ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം സ്നേഹം തന്നെയാ. അത് അരവിന്ദേട്ടൻ അറിയോ? ഇന്നു മുതൽ ദേവുവിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നു.
അവൾക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അവൾ എന്ത് ആവശ്യം പറഞ്ഞാലും നമ്മളത് സാധിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ചു ദിവസം മുന്നോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ദേവു നമ്മുടെ നിയന്ത്രണത്തിലാവും. പിന്നെ അവള് കേസ് പിൻവലിക്കും. നമ്മുടെ സ്നേഹത്തിൽ വിശ്വസിച്ച് അഴകത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ നടക്കും. നമ്മൾ അവളെ സ്നേഹിക്കുന്നതായിട്ടൊന്ന് അഭിനയിച്ചാൽ മാത്രം മതി. ശത്രുവിനെ ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം സ്നേഹം തന്നെയാ. അതാണ് പുതിയ കാലത്തിന്റെ തിയറി. ഉണ്ണി മാമയ്ക്ക് ഇത് എന്തിന്റെ ഭ്രാന്ത? പിന്നെ അനിയത്തിയെ പോലെ കണ്ട് സ്നേഹിക്കാൻ പറ്റിയൊരു സാധനം. എടാ, ഞാൻ പറയുന്നത് മുഴുവൻ നീ സമാധാനമായിട്ടൊന്ന് കേൾക്ക്, എന്നിട്ടിങ്ങനെ ചാടിക്കടിക്കാൻ പാ. എനിക്ക് ഏതായാലും ഇപ്പൊ ഇങ്ങനെ ഒരു പെങ്ങളുടെ ആവശ്യമില്ല. അവളുടെ അമ്മയെ ഞങ്ങൾ കൊന്നൊന്ന് കേസ് കൊടുത്ത് പറഞ്ഞിരിക്കല്ലേ. അതിന്റെ അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാരാരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് മതിയല്ല. നിനക്ക് ഞാൻ പറയണത് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് മനസ്സിലാവണില്ല. എടാ, എന്നെങ്കിലും സത്യം തെളിയുമ്പോൾ ലീലാമ്മയുടെ കാര്യത്തിൽ അഴകത്തുകാർ നിരപരാധികളായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുമായിരിക്കും. പക്ഷെ അതുവരെ ദേവും ആ വൃത്തികെട്ടവൻ പ്രഭാകരനും ഇവിടെ കാണും. അവളുടെ കാര്യം പോട്ടെ, ആ പ്രഭാകരനെ സഹിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഇപ്പൊ തന്നെ നിങ്ങളെ ഏട്ടാം വലം തിരിയാൻ അയാൾ സമ്മതിക്കണുണ്ടോ? എടാ, അതുകൊണ്ടൊക്കെ തന്നെയാ ഉണ്ണിമാമ ഈ ബുദ്ധി പറഞ്ഞു തരുന്നത്. ദേവുവിനെയും പ്രഭാകരനെയും അഴകത്ത് നിന്ന് ഇറക്കി വിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആ SP ആണെങ്കിൽ ഈ പ്രശ്നം മാക്സിമം മുതലെടുക്കാനുള്ള ശ്രമത്തിലാ. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ മറ്റാരോ ചെയ്ത കുറ്റം അഴകത്തുകാരുടെ തലയിലാവും. നീയും നിന്റെ ഏട്ടനും ജയിലിൽ പോണ്ടി വരും. അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നീ ആ ദേവുവിനോട് ഇത്തിരി സ്നേഹം കാണിക്ക്. അഭിനയിച്ചാ മതിയടാ. നിങ്ങൾ കുഴപ്പക്കാരല്ലെന്നും നല്ലവരാണെന്നും ദേവുവിന് തോന്നണം. അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ പ്രഭാകരനെ വിളിച്ച് അവൾ ഇവിടുന്ന് പോയിക്കോളും. കേസിൽ നിന്ന് നിങ്ങൾ ഒഴിവാവുകയും ചെയ്യും. നോക്ക്, നല്ലൊരു മാർഗ്ഗം ഉണ്ണിമാമ പറഞ്ഞു തരണത്. അതുപയോഗിക്കണോ വേണ്ടയോന്ന് നീ തന്നെ തീരുമാനിക്കണം. എടാ, ആയുധബലമല്ല, യുദ്ധതന്ത്രങ്ങളാണ് ഏതൊരു യുദ്ധത്തെയും വിജയിപ്പിക്കണത്. അത്ര ഓർത്താ മതി. എന്തിനാ മോളെ ദേവുവിനെ അഴകത്ത് താമസിപ്പിക്കാൻ തീരുമാനിച്ചത്? അമ്മയ്ക്കത് ഇഷ്ടായില്ലേ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കേൾക്കുമ്പോ സന്തോഷാവുന്നാ ഞാൻ വിചാരിച്ചത്. ആദ്യം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോ എന്തിനാ ഇങ്ങനെ ഒരുപാടൊക്കെ ആലോചിക്കാൻ പോകുന്നത്? വേണ്ടായിരുന്നു മോളെ. എന്റെ അടുത്തുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ അവർ അവളോട് കാണിക്കും. ആ പാവം പെണ്ണ് എന്ത് പഴിച്ചു? ഇതിനൊക്കെ ആ പ്രഭാകരനെയാ പറയേണ്ടത്. അവൻ ആരോട് ചോദിച്ചിട്ടാ ദേവുവിനെ വിളിച്ച് അഴകത്തി എന്ന് സമരം ചെയ്തത്? അയാൾ ആരോട് ചോദിക്കാനാ? ചോദിക്കാനുള്ള ആളെ ഞാൻ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയല്ലേ. ചിരിച്ചോ ചിരിച്ചോ. എന്താലോചിച്ചോണ്ടോ നിന്റെ ഈ കളി? ഞാനൊന്നും ആലോചിക്കുന്നില്ല എൻ്റെ അമ്മേ. ഇങ്ങോട്ട് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ നല്ല ശ്രദ്ധ വേണം. ആരെങ്കിലും പുറകെ ഉണ്ടെന്ന് തോന്നിയാ ഈ വഴിക്ക് പിന്നെ വരികയെ ചെയ്യരുത്. ആളെ തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ വലിയ കേസാ. നിനക്കത് അറിയാത്തത് കൊണ്ടാ. ഇതിപ്പോ എന്റെ കാര്യം ഓർത്ത് എന്നേക്കാൾ കൂടുതൽ ടെൻഷൻ അമ്മയ്ക്കാണല്ലോ. അല്ല, ഞാൻ അമ്മ ഇവിടെ തട്ടിക്കൊണ്ടുവന്നിരുത്തിയിരിക്കുക. ഇടയ്ക്ക് അതൊന്നും മറന്നു പോണ്ട. ഓ പിന്നെ പോണോന്ന് വിചാരിച്ചാലേ എനിക്ക് ഇവിടുന്ന് പോകാം. ആ പൊട്ടൻ വിനയനെ പറ്റിക്കാനാണോ പാട്? പിന്നെന്താ പോവാത്ത? നിനക്ക് എന്തൊക്കെയോ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടല്ലോ. ഞാനായിട്ട് അതിനൊന്നിനും തടസ്സം നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോ എന്നോട് ഇത്തിരി ഇഷ്ടമൊക്കെ ഉണ്ട് അല്ലേ? ഇഷ്ടമല്ല, നിന്നോട് എനിക്ക് അസൂയ. നിനക്കെങ്ങനെയാ രണ്ടമ്മമാരെ ഇത്രയ്ക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്?
എന്റെ അമ്മേ, വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. അതിന്റെ ഉത്തരവൊന്നും എനിക്ക് അറിയില്ല. ഞാനിങ്ങനെയാ, അതേ എനിക്കറിയുള്ളൂ. ഭാഗ്യവാ, നിന്നെപ്പോലൊരു മോളെ കിട്ടുന്നത് മഹാഭാഗ്യവാ. നിന്റെ കൂടെ നിന്ന് വളരുമ്പോ എന്റെ ദേവുവിനും നിന്റെ കുറെ നല്ല ഗുണങ്ങൾ കിട്ടും. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരൂ? മോള് ചോദിക്ക്. 3 പേരിൽ അമ്മയുടെ മോനാരാ? എനിക്കറിയില്ല. അറിയുമെങ്കിലും ഞാനത് പറയാൻ പാടില്ല. സുമംഗലാമ്മ പറഞ്ഞേ നീ അതറിയാവൂ. അതേ പാടുള്ളൂ. നോക്ക്, നന്നായിട്ടില്ലേ? ഇത് ഞങ്ങള് ദേവുവിന് വേണ്ടി വാങ്ങിച്ചതാ. ഇത് മാത്രല്ല വേറെയുണ്ട്. അരവിന്ദേട്ടാ, അതൊക്കെ ഒന്ന് കൊടുത്തേ. ദേവു തന്നെ നോക്കി ഇഷ്ടപ്പെട്ടോന്ന് പറ. അയ്യോ, എനിക്കിതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തായാലും ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഏട്ടനും ഏട്ടത്തി അമ്മയും മോൾക്ക് ആദ്യമായിട്ട് വാങ്ങിത്തരുന്ന സമ്മാനം ഇത്. അതുകൊണ്ട് സന്തോഷായിട്ട് ഇതങ്ങ് വാങ്ങിച്ചോ. വാങ്ങിക്കേ, കൊടുക്ക, പിടിച്ചോ. നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് അങ്ങനെ തന്നെ വിളിക്കാമോ? ഞാൻ ഏട്ടാന്ന് വിളിച്ച ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അരവിന്ദേട്ടന് അതിലൊന്നും ഒരു ദേഷ്യവും ഇല്ല. ദേവു ധൈര്യമായിട്ട് അരവിന്ദേട്ടനെ ഏട്ടാന്ന് തന്നെ വിളിച്ചോ, അല്ലേ? വിളിച്ചോ അങ്ങനെ തന്നെ വിളിച്ചോ. ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ, തുറന്നു നോക്ക. എന്താ എന്താ ഇവിടെ? ഏട്ടനും എടുത്തിയും എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വന്നതാ. ഓ, ഏട്ടനും ഏടത്തിയും. ദേവു, നീ ഇവരുടെ രണ്ടുപേരുടെ സ്നേഹം കണ്ട് വിശ്വസിക്കണ്ട. നിന്നെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ പുതിയ അടവായിട്ട് ഇറങ്ങിയിരിക്കുക രണ്ടും. അതൊക്കെ തിരിച്ചു കൊടുക്ക. ഇല്ല. അയ്യോ, വേണ്ട. വെച്ചോ. വേണ്ട, വാങ്ങിക്ക. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അത് എന്നോടോ ബാലാമണിയോടോ പറഞ്ഞാൽ മതി. അതല്ലാതെ മറ്റാരെന്ത് തന്നാലും മോൾ അത് സ്വീകരിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? എടാ, ഇവൾക്ക് ബുദ്ധിയില്ല, എന്തും കാണിക്കും. വന്ന് വന്ന് നീയും അങ്ങനെയായോ? സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത് പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല സ്നേഹം. അത് ഹൃദയത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാ. രണ്ടാളും അത് മനസ്സിലാക്കിക്കോ. ചുമ്മാ പറഞ്ഞതാ. പൊയ്ക്കോട്ടെ ഞങ്ങള്. പോട്ടെ. ഹലോ, ഒരു മിനിറ്റ്, ഒന്ന് വരൂ പ്ലീസ്. വരൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണോ? കഴിച്ചില്ലെങ്കിൽ കണ്ടോ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. ഇരിക്കൂ. 2 വെള്ളയപ്പം കഴിക്കൂ, എന്നിട്ട് പോകേണ്ട വഴിക്ക് പൊക്കോളൂ. എനിക്കൊന്നും വേണ്ട. പക്ഷേ അങ്ങനെ പറയല്ലേ പ്ലീസ്. എന്തെങ്കിലും കഴിക്കണം, എന്റെ ഒരു ആഗ്രഹമാണ്. ചേട്ടാ, എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ? അപ്പൊ കഴിക്കില്ല? ഇല്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് കഴിച്ചേ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇരിക്കവിടെ, ഇരിക്കാൻ. വെള്ളയപ്പം കഴിക്കും. ഉപ്പൊക്കെ ശരിക്കും നോക്കണേ. താൻ എന്താടോ ഈ കാണിക്കണത്? പറയാം, കഴിച്ചു കഴിയട്ടെ. കഴിക്കൂ. വെള്ളം ഇച്ചിരി ചാറാകാം. കഴിച്ചോ? അതെ, തലയ്ക്ക് എന്തെങ്കിലും കറക്കം തോന്നുന്നുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. എങ്കിൽ എഴുന്നേറ്റ് പൊക്കോളൂ. ഇതിൽ നിങ്ങൾ വിഷം ചേർത്താണോ തന്നെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ.
അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കഴിക്കാൻ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി ഞാൻ തന്നെ ഇത് മുഴുവൻ കഴിച്ചോളാം. അതെ, എണീറ്റ് എണീറ്റ് എണീക്ക്. ഓ എന്തായാലും താൻ ടെസ്റ്ററായിട്ട് കവിതയെ തന്നെ വിളിച്ചത് അസലായി. അതേ, വിഷത്തിന്റെ ഏർപ്പാടിൽ ഇവളാ ഏറ്റവും നല്ലത്. അതിലിവൾക്ക് പ്രത്യേക പ്രാഗൽഭ്യമുണ്ട്. എന്തുപറ്റി? എന്തുണ്ടാവാനാ? ഈ നരകത്തിൽ കിടന്ന് അവസാനിക്കാനാ എന്റെ വിധി. ഞാനത് അനുഭവിച്ചേ പറ്റൂ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അനന്തു, എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ആ പ്രഭാകരൻ എന്നെ നാണം കെടുത്തി. അതിനൊക്കെ കൂട്ട് ആ കുഞ്ഞുണ്ണി മാമേ. ഇങ്ങനെ പോയാ നമ്മുടെ ജീവിതം ഇവിടെ കിടന്ന് തന്നെ നശിക്കും. ഒന്നുമില്ല, ചിലതൊക്കെ ഞാനും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അഴകത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാം. അനന്തു എന്താ പറഞ്ഞോണ്ട് വരുന്നേ? നമുക്ക് അമ്മയൊന്ന് പോയി കാണണം. എന്നിട്ട് എന്താ, ഓക്കെ അല്ലേ? അമ്മ ഇത് സമ്മതിക്കോ? സമ്മതിച്ചാ നമ്മള് രക്ഷപ്പെട്ടു. സമ്മതിപ്പിക്കണം. അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവും പ്രഭാകരനും ഒന്നും നമുക്കൊരു വിഷയമല്ല. അവര് മാത്രമല്ല, ലീലാമേ. ഏതായാലും നീ കുറച്ചൊന്ന് ക്ഷമിക്ക്. അതിനുള്ളിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അതുവരെ ദേവുവിനോടോ പ്രഭാകരനോടോ ദേവി ഇത് വഴക്കിനൊന്നും നിൽക്കരുത്, കേട്ടല്ലോ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഹലോ, ഞാനിപ്പോ പാർട്ടി ഓഫീസിലെത്തും. ലൈസ കമ്മിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധർണ ഉദ്ഘാടനം ചെയ്യാൻ പോണം. ബസ് കാശോ? ഞാൻ പറയാം. ഒന്ന് കയറിയാകട്ടെ. ബസ് കാശ് തരില്ലെന്നോ? അമ്പടാ പുളുസോ, എന്റെ പട്ടി പോകും ബസ്സിൽ. ഞാൻ എന്റെ സ്വന്തം കാറിലാണ് വരുന്നത്. അതെ, ഒരു കാറൊക്കെ അങ്ങോട്ട് എടുത്തു. സെറ്റപ്പ് ഒക്കെ മാറിയില്ലേ? അറിയാലോ, ഈ പ്രഭാകരൻ ഹൈടെക് പൊളിറ്റിക്സിന്റെ ആളാ. എല്ലാം ഓരോരോ കളികൾ. എങ്കിൽ പിന്നെ ഫോൺ വെച്ചോ. എനിക്ക് ക്യൂബ എന്നൊരു ഫോൺ വരാനുണ്ട്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി പാർട്ടി ഓഫീസിലേക്ക് വിട്ടോളൂ. എന്തി നോക്കിയിരിക്കണേ? തന്റെ ഡ്രൈവർ അല്ല ഞാൻ. അതെ, കുറച്ചു നാള് താൻ എന്റെ ഡ്രൈവറായേ പറ്റൂ. തനിക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഒറ്റയ്ക്കങ്ങ് പോകണം. അല്ലാതെ ഞാൻ ഇങ്ങോട്ടും തന്നെ കെട്ടിയെഴുന്നള്ളിക്കില്ല. പ്രഭാകരനോട് ഇന്നേ വരെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പോട്ടെ, ക്ഷമിച്ചിരിക്കുന്നു. അതെ, പോകുന്ന വഴിക്ക് ആ പാർട്ടി ഓഫീസിൽ എന്നെ ഒന്ന് ഇറക്കൂ. കാറിൽ ചെല്ലുന്നു ഞാൻ എന്റെ അണികളോട് പറഞ്ഞുപോയി. എനിക്ക് പണി തരരുത്. അവരെ വേദനിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. തീർന്നല്ലോ തന്റെ പ്രശ്നം. സഹജീവികളോട് കരുണയില്ലാത്തവന്മാര്. ഇനിയിപ്പോ ഞാൻ എന്റെ അണികളെ എങ്ങനെ പോയി കാണും? ബസ് കാശുമില്ല. ഇവരൊക്കെ കൂടി എന്നൊരു വിപ്ലവകാരിയാക്കും. വിപ്ലവം ജയിക്കട്ടെ. ഒന്ന് നിന്നേ. എവിടേക്ക് പോവാൻ ഇറങ്ങിയതാണല്ലോ. എന്നിട്ടെന്താ, പോകുന്നില്ലേ? ഇടം വലം തിരിയാൻ സമ്മതിക്കുന്നില്ല അല്ലേ? എടീ, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഈ നാണക്കേട് കണ്ടിട്ട് നീ സന്തോഷിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും തല കുനിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണല്ലോ എന്റെ ജോലി. പിന്നെ നാണക്കേടിന്റെ കാര്യം, ഇതിനേക്കാളും നാണം കെട്ട് ഒരു പാവം സ്ത്രീ ഈ അഴകത്ത് നിന്ന് ഇറങ്ങിപ്പോയില്ലേ? എന്റെ അമ്മയെ കൊണ്ട് തന്നെ ആ സ്ത്രീയെ അഴകത്ത് വീടിന്റെ പടിക്ക് പുറത്താക്കിയില്ലേ? അന്നത്തെ ആ ദിവസം
ആ രണ്ടമ്മമാരും അനുഭവിച്ച മനോവേദനയുടെയും നാണക്കേടിന്റെയും പകുതിയെങ്കിലും നിങ്ങൾ അറിയണ്ടേ? ഇപ്പൊ ദൈവമായിട്ട് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കുക. അനുഭവിച്ചോ? നീ ഒന്ന് നിന്നേ. ലീലാമ്മ എന്റെ അമ്മയെ കൊണ്ട് ഈ വീടിന് പുറത്താക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ആ 2 മാരണങ്ങളെയും നിന്നെ ഒഴിവാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ഈ അനന്തു അത് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ലീലാമ്മ തിരിച്ചു വരാൻ വൈകും തോറും നിങ്ങളും നിങ്ങളുടെ ഏട്ടനും കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അവരെ കണ്ടെത്തി സ്വയം രക്ഷപ്പെടാൻ നോക്ക്. എന്നിട്ട് മതി മറ്റുള്ളവരെ പുറത്താക്കല്. അതേടി, ഞങ്ങൾ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. ഓ, ഭർത്താവിനുള്ള വക്കാലത്തോട്ട് എത്തിയല്ലോ. നീ എന്താ നേരത്തെ പറഞ്ഞത്? അനന്തുവിനും അരവിന്ദേട്ടനും ഒന്നും ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്നോ? എങ്കിൽ നീ കേട്ടോ, ഞങ്ങളൊക്കെ രക്ഷപ്പെടാൻ പോവാ. അതെങ്ങനെയാണെന്ന് നാളെ നീ അറിയും. അമ്മ തന്നെ നിന്നോടത് പറയും. കവിത, നീ ഇവളോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയും നമ്മളെ ഉപദ്രവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇവൾ ആലോചിച്ച് നടക്കുക. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇവളോട് ഷെയർ ചെയ്യാൻ നിൽക്കണ്ട. നീ വാ.